അധ്യായം 16 വാക്യം ദൈവം നമുക്ക് 15 16 ഒരിക്കൽ കൂടെ വായിക്കാം. 15 16 17. ലവോദിക്കയിലെ സഹോദരന്മാർക്കും നുഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവീൻ. സോറി കൊലോസിയൻ ചാപ്റ്റർ 3 വേഴ്സസ് 15, 16 and 17. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച സമയത്ത് കർത്താവിന്റെ സമാധാനം നമ്മുടെ ലൈഫിൽ ഉണ്ടാകട്ടെ, നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാനിടയായിട്ടുണ്ട്. സ്തോത്രം. മറ്റ് ലോകത്തിന്റെ ഏതെങ്കിലും സമാധാനത്തിന്റെ പുറകെ നമ്മൾ പോയാൽ തീർച്ചയായും ഇടയ്ക്കൊക്കെ നമ്മുടെ സമാധാനം പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ക്രിസ്തു നമുക്ക് നേടിത്തന്ന, ക്രിസ്തു നമുക്ക് തന്നിട്ട് പോയ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച ദൈവിക സമാധാനം, ദൈവമായിട്ടുള്ള ബന്ധം, ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും നമ്മളിപ്പോൾ പാടിയതുപോലെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന്, ആ ഒരു സമാധാനം എന്ന് പറയുന്നത് ലോകത്തില് മറ്റൊന്നിനും തരാൻ പറ്റാത്ത ഒരു സമാധാനമാണ്. പണത്തിനോ ജോലിക്കോ നന്മകൾക്കോ ഒക്കെ നമ്മുടെ ലൈഫിൽ ചില ഇടങ്ങളിൽ സുരക്ഷിതത്വം തരാൻ കഴിയുമെങ്കിലും സമാധാനം എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധം, അത് നേടാനാണ് മനുഷ്യന്റെ ഓട്ടം. സ്തോത്രം. എത്ര ഓടിയിട്ടും തികയാതെ മനുഷ്യനിങ്ങനെ ഓടുന്നത് സമാധാനത്തിന് വേണ്ടിയ, തൃപ്തിക്ക് വേണ്ടിയ, ഒരു സംതൃപ്തിക്ക് വേണ്ടി, ഒരു സന്തോഷകരമായ അനുഭവത്തിന് വേണ്ടി. എന്നാൽ അത് കർത്താവ് നമുക്ക് ഫ്രീ ആയി തന്നിട്ട് പോയി. സ്തോത്രം. അതിൽ നിന്നുകൊണ്ട് പലപ്പോഴും നമ്മൾ ലോകസമാധാനത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളിലും അസമാധാനത്തോടെ ജീവിക്കേണ്ടതായിട്ട് വരുന്നത്. ഏറ്റവും കഠിനമായ സാഹചര്യം നമ്മുടെ ലൈഫിലുണ്ടോ? ഏറ്റവും ആഴത്തിൽ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയം നമ്മുടെ ലൈഫിലുണ്ടോ? ആ സാഹചര്യത്തിലും സത്യത്തിൽ ഒന്ന് കണ്ണടച്ചിട്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് തന്ന ആ ഒരു ബന്ധം എന്ന് പറയുന്നത്, സ്തോത്രം, ആമേൻ, ലോകത്തിൽ ഒരു മനുഷ്യൻ നമ്മളെ ഫോൺ ചെയ്ത് ഞാൻ കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ആഴമാണ് ക്രിസ്തു നമുക്ക് നിവർത്തിച്ചിട്ട് പോയ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു സമാധാനം. സ്തോത്രം. അത് ആസ്വദിക്കുവാനും ദൈവം നമുക്ക് കഴിയണമെന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അത് ഹൃദയങ്ങളിൽ വാഴട്ടെ. സ്തോത്രം. അത് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഓരോ സഭയിലെ വ്യക്തികളെയും ഹൃദയങ്ങളിൽ ഇത് വാഴണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം, പൗലോസിന്റെയും ആഗ്രഹം. അതുകൊണ്ടാണ് പൗലോസ് വിവിധ കഷ്ടങ്ങളിൽ കൂടി ഈ ലോക ജീവിതത്തിൽ നമുക്കാർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്തതുപോലെയും നമുക്കാർക്കും വർണ്ണിക്കാൻ കഴിയാത്തതുപോലെയുള്ള സാഹചര്യത്തിൽ കൂടെയൊക്കെ ദൈവത്തിന്റെ ഭക്തൻ കടന്നുപോയ സമയത്തൊക്കെയും ആമേൻ ആ ദൈവദാസൻ നിലനിൽക്കാനിടയായി തീർന്നതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ക്രിസ്തു അനുഭവിച്ച ആ സ്വർഗീയ സമാധാനം, ദൈവിക സമാധാനം ആമേൻ നമുക്ക് തന്നേച്ചു പോയത് പൗലോസിനും ലഭിച്ചിരുന്നത് കൊണ്ട്. സ്വത്രം. അതിൽ ഹൃദയത്തിൽ അതുമാണതുകൊണ്ട്, അത് തന്നെ കൺട്രോൾ ചെയ്തത് കൊണ്ട്, അത് തന്നിൽ തന്നെ നയിച്ചത് കൊണ്ട് തന്റെ ലൈഫിൽ ഒന്നിനെ കുറിച്ചും നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ കാണുന്നത് പോലെ ദൈവീക സമാധാനം, 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നല്ലോ ഒരു ദൈവീക സമാധാനം. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഒരു ദൈവീക സമാധാനം പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, അതിനൊരു മറുപടി ലഭിക്കുമായിരിക്കും, ചിലപ്പോൾ ലഭിക്കാതിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയുമായിരിക്കാം. എന്നാൽ ആ പ്രാർത്ഥനയിൽ കൂടി ദൈവബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലെന്നും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നും ആ ബന്ധത്തിലേക്ക് ക്രിസ്തു മുഖാന്തരം നമുക്ക് അവസരങ്ങൾ ലഭിച്ചു എന്നുള്ള ആഴങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്ക് എത്രത്തോളം ധൈര്യം പകരുന്നതാണ്. ഒരിക്കൽ കൂടെ അത് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. നമ്മൾ ഒറ്റയ്ക്കല്ല, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവിക ബന്ധം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, കർത്താവ് തന്നിട്ട് പോയതാണ്, ക്രൂശിനാൽ നമുക്ക് ലഭിച്ചതാണ്. ഇതൊക്കെയും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുവാനായി ശ്രമിച്ചിരുന്നു. നിങ്ങളോളം എത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. അതിനുശേഷമാണല്ലോ നമ്മൾ ചിന്തിച്ചത് അതിനായിട്ട് ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ പരസ്പരവും സമാധാനമുള്ളവരായിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് റിസീവ് ചെയ്യാതെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. കർത്താവിന് സമാധാനം നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അസമാധാനം കൊടുക്കുന്ന വ്യക്തികളായി മാറും. നമ്മൾ ക്രിസ്തുവിൽ നിന്നും സമാധാനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ആ സമാധാനം നമ്മൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, ലോകത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഏറ്റവും ദുഃഖിക്കുന്നു എന്ന് തോന്നുന്ന സാഹചര്യത്തിലും മറ്റുള്ളവർക്ക് നമ്മളാൽ സമാധാനം കൊടുക്കുവാൻ നമുക്ക് കഴിയും. എന്ന് പറയുന്നത് നല്ല ബന്ധത്തിലാകും അവരുമായി. സ്തോത്രം. അവരുമായി നല്ല ബന്ധം പുലർത്തുവാൻ നമുക്ക് ഏറ്റവും മോശമായ സാഹചര്യത്തിലും ഒരു വ്യക്തിയുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയുന്ന ഏക മാർഗമാണ്
ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. സ്വത്രം നമ്മളെ വേദനിപ്പിക്കുമ്പോഴും നമ്മളെ തകർത്ത് കഴിയുമ്പോഴും നമ്മളെ നിന്ദിക്കുമ്പോഴും നമ്മളെ മാറ്റി നിർത്തുമ്പോഴും നമ്മുടെ കഷ്ടങ്ങൾ മനസ്സിലാക്കാതെ വരുമ്പോഴും ഒരുപക്ഷെ ഒരു കാലത്ത് നമ്മൾ സഹായിച്ചവർ നാളെ നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് ക്രിസ്തു അനുഭവിച്ച സമാധാനമായതുകൊണ്ടാണ്. കാരണം ലോകത്തിൽ ആരൊക്കെ തന്നെ മുന്നിൽ കൈനീട്ടി വന്നു അവരെല്ലാവരെയും ഹൃദയം മനസ്സിലേക്ക് തോന്നി സഹായിച്ച കർത്താവിന് അവസാനം എല്ലാവരും വിട്ടുവെച്ചു പോയി. എങ്കിലും ആ സമാധാനം ക്രിസ്തു അനുഭവിക്കുവാൻ ഒരുക്കമായിരുന്നു, ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം, ദൈവമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്, ഞാൻ ഏകനല്ല എന്ന് പറഞ്ഞതുപോലെ ആ സമാധാനമാണ് ദൈവം നമുക്ക് തന്നിച്ചു പോയത്. അതുകൊണ്ട് പരസ്പരം ആ സമാധാനത്തിൽ എന്ത് മോശമായ സാഹചര്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. സ്വതന്ത്രം അതിനായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന നന്ദിയുള്ളവരായി വരിപ്പിൻ. ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരാകണം. ഒപ്പം പരസ്പരം മനുഷ്യരോടും നമ്മൾ നന്ദിയുള്ളവരാകണം എന്നുള്ള ഭാഗങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച് അവസാനിപ്പിക്കാനിടയായിത്തീരുന്നല്ലോ. 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കൊണ്ടുവരുന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ വചനം. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് ക്രിസ്തുവിന്റെ സമാധാനമായിരുന്നു, ക്രിസ്തുവിന്റെ സമാധാനം. അതിന് മുകളിലൊക്കെ ക്രിസ്തുവിന്റെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സൗമ്യത, അതേ ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഇവിടെ പറയുകയാണ് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത് ക്രിസ്തുവിന്റെ വചനമാണ്. സ്വത്രം ക്രിസ്തുവിന്റെ വചനമാണ്. സ്വത്രം ക്രിസ്തുവിന്റെ വചനം നമ്മളിൽ വസിക്കട്ടെ. സ്വത്രം ഇതിൽ നമുക്ക് 1-ാം അധ്യായത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ വചനം ആദ്യം തന്നെ ഈ സഭയിൽ എത്തപ്പെട്ടതാണ്. സ്വത്രം അതിന്റെ 1-ാം അധ്യായത്തിന്റെ നമുക്ക് ആ തുടക്ക ഭാഗം ഒന്ന് വായിച്ചാട്ടെ. 3-ാം വാക്യവും 4, 5 ഒന്ന് വായിച്ചാട്ടെ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അതിന്റെ തൊട്ട് താഴെയും കാണാൻ കഴിയുന്നുണ്ട്, അത് സകല സുവിശേഷവും സർവ്വലോകത്തിൽ എന്ന പോലെ നിങ്ങളിലും എത്തി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വചനം ഈ സഭയിൽ എത്തപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയിൽ എത്തപ്പെട്ടു. എന്നാൽ അവിടം കൊണ്ട് തീരുന്നില്ലെന്നാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. അത് തുടക്കമാണ്. നമ്മൾ 1-ാം അധ്യായത്തിൽ കാണുകയാണ് ക്രിസ്തുവിൻ്റെതായ വചനം, സുവിശേഷം, ക്രിസ്തു നമ്മളെ രക്ഷിച്ച കഥ, ക്രിസ്തു നമ്മളെ വിടുവിച്ച കഥ, ക്രിസ്തു നമുക്ക് വേണ്ടി വന്ന ആ ആഴമുള്ള അത്ഭുത കഥ നമ്മൾ സുവിശേഷമായി നമ്മളിലേക്ക് എത്തി. ദൈവത്തിന്റെ വചനമാണ്, ക്രിസ്തുവിന്റെ വചനമാണത്. സ്വത്രം അത് നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. എന്നാൽ പൗലോസ് ഈ ലേഖനം അവസാനിപ്പിക്കാനായി പോകുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു പകുതിയോളം കഴിഞ്ഞ ഭാഗത്ത് പറയാണ്, ക്രിസ്തുവിന്റെ വചനം നിങ്ങൾ കേൾക്കുക മാത്രമല്ല, നിങ്ങളിൽ അത് വസിക്കുവാനിടയാകണം. സ്വത്രം ക്രിസ്തുവിന്റെ വചനം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമുക്കറിയാം ബൈബിൾ മുഴുവൻ ക്രിസ്തുവിന്റെ വചനമാണ്. സ്വത്രം കേവലം 4 സുവിശേഷങ്ങളിൽ തീർച്ചയായിട്ടും ക്രിസ്തു നമ്മളോട് സംസാരിച്ച വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ക്രിസ്തുവിന്റെ വചനമായിട്ട് എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ബൈബിൾ മുഴുവനായി ക്രിസ്തുവിങ്കലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്വത്രം ക്രിസ്തുവിങ്കലേക്കാണ് പോകുന്നത്. ആ നിലവാരത്തിൽ നോക്കുമ്പോൾ ബൈബിൾ മുഴുവനായി ക്രിസ്തുവിന്റെ വചനമാണ്. അതായത് ക്രിസ്തുവാണ് ബൈബിളിൽ നിൽക്കുന്നത്. സ്തോത്രം. ക്രിസ്തുവിന്റെ വചനം എന്ന് പറയുമ്പോൾ ബൈബിൾ മൊത്തമായി പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ ക്രിസ്തുവിന്റെ വചനമെന്ന് അന്നേരം പറയുമ്പോൾ കേവലം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം, യേശു നമ്മളോട് സംസാരിച്ചിട്ട് പോയ, യേശു പറഞ്ഞിട്ട് പോയ വചനങ്ങൾ. എന്നാൽ നമ്മൾ ഇന്ന് പുറകോട്ട് നിന്ന് ചിന്തിക്കുമ്പോൾ ബൈബിൾ നമ്മുടെ കരങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട് തന്നിരിക്കെ ക്രിസ്തുവിന്റെ വചനം എന്ന് പറയുന്നത് ദൈവവചനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. ക്രിസ്തുവിന്റെ വചനമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴേണ്ടത്. നമുക്കറിയാം ഈ വചനം എന്ന് പറയുന്ന വാക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. എന്നിട്ട് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ കാണുന്നു, വചനം ജഡമായി സ്തോത്രം നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. അതെ, ഇതേ ഏകദേശം ഇതിന് സമാനമായ ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് വചനം ജഡമായിട്ട് അവരുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. അവരുടെ ഇടയിൽ വസിച്ചു എന്ന വാക്കാണ് അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഇടയിൽ വചനം ജഡമായി വന്ന് പാർത്തു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമേൻ 33.5 വർഷം അല്ലെങ്കിൽ 3.5 വർഷം യേശു കർത്താവ് അവരുടെ കൂടെ സഞ്ചരിച്ചതുപോലെ, അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ട് നടന്നതുപോലെ, അവരുടെ തെറ്റുകളിലും അവരുടെ വിജയങ്ങളിലും അവരുടെ തളർന്നുപോയ അനുഭവങ്ങളിലും അവർ വിജയിച്ച അനുഭവങ്ങളിലും ഒക്കെയും കൂടെ ഇരുന്ന് ഗൈഡ് ചെയ്ത് വഴി നടത്തിയ ഒരു യേശുവിന്റെ മുഖത്തെ 33.5 വയസ്സിൽ നിന്നും പ്രത്യേകിച്ച് 3.5 വർഷക്കാലത്തെ അനുഭവത്തിൽ നിന്നും നമുക്ക് നന്നായിട്ട് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവരുടെ കൂടെ ദൈവം ഇറങ്ങി വന്ന് വസിക്കുകയായിരുന്നു. സ്തോത്രം. അവൻ എത്രയോ മനോഹരമായ ഒരു അനുഭവമാണ് പത്രോസിന്റെ കൂടെ, പൗലോസിന്റെ കൂടെ. യോഹന്നാൻ പിന്നീട് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറയുന്നുള്ളൂ, ഞങ്ങൾ കണ്ടത്, സ്തോത്രം, ഞങ്ങൾ തൊട്ടത്, സ്തോത്രം, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതുമായ വചനം. സ്തോത്രം. അതെ, ആ വചനം അവരുടെ ഇടയിൽ പാർത്തതുപോലെ അപ്പോസ്തലനായ പൗലോസ് പറയുക, അത് പത്രോസിന് മാത്രമല്ല, അത് യോഹന്നാന് മാത്രമല്ല, അത് കേവലം യേശുവിനെ തള്ളിപ്പറഞ്ഞു പോയ യൂദയ്ക്ക് കൊടുത്ത ഒരു അനുഭവം മാത്രമല്ല, അത് സ്തോത്രം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും ഇത് ദൈവം അത്ഭുതകരമായ ഒരു അനുഭവം കൊടുത്തിരിക്കുകയാണ്. എന്താണ്? ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ വസിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. അത് ദൈവം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളത് റിസീവ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, നമ്മളത് മനസ്സിലാക്കുക, നമ്മളത് അനുവദിക്കുക എന്നത് മാത്രമേ ദൈവവചനത്തിൽ നമുക്ക് വേണ്ടി, അല്ല നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുത്തുന്നതല്ല. സ്തോത്രം. നമ്മളതിനെ നമ്മളിലേക്ക് വരുവാൻ ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മളത് റിസീവ് ചെയ്തതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വചനം നമ്മളിലേക്ക് ദൈവം അയക്കുന്നു. അത് നമ്മൾ റിസീവ് ചെയ്യുന്നു, അത് നമ്മൾ സ്വീകരിക്കുന്നു. ആ ഭാഗം നമ്മൾ ചെയ്യുന്നതുമായി നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഭാഗമാണ്. നമുക്ക് വേഗത്തിൽ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. സ്തോത്രം. സത്യത്തിൽ പൗലോസ് വീണ്ടും ഈ യേശുവിനെ കുറിച്ച് ഇങ്ങനെ കൊലോസ്യ ലേഖനത്തിൽ ഉയർത്തി ക്രിസ്തു എന്നും യേശു എന്നും സ്തോത്രം പലവട്ടം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സഭയിൽ ക്രിസ്തുവിന് സ്ഥാനം വളരെ കുറയുന്നു. സ്തോത്രം. അവർ, നമുക്കറിയാമല്ലോ കൊലോസ്യ ലേഖനത്തിന്റെ പശ്ചാത്തലം, അവർ തത്വജ്ഞാനത്തിൽ, അവർ ജ്ഞാനത്തിൽ മുഴുകിപ്പോയി. സ്തോത്രം. അവർ കുറച്ച് അറിവുകൾ നേടുവാനുള്ള ഒരു വഴിയിലേക്ക് അവർ രക്ഷാമാർഗത്തെ കൊണ്ടുപോയി, അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കാൻ, അല്ലെങ്കിൽ പെർഫെക്ഷനിലേക്ക് വരാൻ ജ്ഞാനമാണ് വലുതെന്ന് പറഞ്ഞു അവർ മറഞ്ഞു കിടന്ന ജ്ഞാനമൊക്കെ നേടാൻ വേണ്ടിയുള്ള വളരെ പ്രയാസത്തോടുകൂടി അവരുടെ ലൈഫിനെ പോലും മറന്ന് ശ്രമിക്കുന്ന അങ്ങനെ പോയി അവസാനം അവർ തത്വജ്ഞാനത്തിലേക്ക് പോയി. ചില ആളുകൾക്ക് ബൈബിൾ വചനം കേൾക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ കേട്ടില്ലെങ്കിൽ അവർക്ക് സന്തോഷമില്ല. എന്നും ക്രിസ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കാർക്കും അങ്ങനെ ബുദ്ധിമുട്ടില്ല. ചില ആളുകൾക്ക് തോന്നും, സ്തോത്രം, ബുദ്ധിമുട്ട് തോന്നും. ചിലപ്പോൾ നമ്മൾ നിത്യത എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ളവരെ ഞാൻ എൻ്റെ ശുശ്രൂഷ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കാം. സ്തോത്രം. എന്ന് പറയുന്നത് പോലെയാണ് കൊലോസ്യ സഭയ്ക്ക് ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ഏറ്റവും മുകളിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് പൗലോസ് എല്ലാ വാചനങ്ങളിലും എത്ര ഒരു 2-3 വാക്യങ്ങളുടെ ഇടയിലെങ്കിലും ക്രിസ്തു എന്ന വാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവസാനം കൺക്ലൂഷനിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരുന്നതിന് കാരണം അത്രമാത്രം സഭ അനുഭവിച്ചറിയേണ്ടത് ക്രിസ്തുവിനെയാണ്. സ്തോത്രം. നമ്മൾ എന്തറിഞ്ഞാലും ആ അറിവ് ക്രിസ്തുവിൽ കൊണ്ടെത്തിക്കുന്നില്ലെങ്കിൽ അത് വെറും തത്വജ്ഞാനമാണ്. സ്തോത്രം. അതൊരു പക്ഷെ ബൈബിളിൽ നിന്നാണെങ്കിൽ പോലും, അത് നമ്മൾ മറക്കരുത്, ബൈബിളിൽ നിന്നാണെങ്കിൽ പോലും ആ അറിവ് കേവലം ആ അറിവിലേക്ക് മാത്രമാണ് എത്തിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല. സ്തോത്രം. അത് കേവലം ജ്ഞാനം മാത്രമാണ്. എന്നാൽ ആ അറിവ് നമ്മളെ ക്രിസ്തുവാകുന്ന യഥാർത്ഥ അറിവിലേക്കും യഥാർത്ഥ പരിജ്ഞാനത്തിലേക്കും കൊണ്ടെത്തിക്കുന്നെങ്കിൽ അതെത്രയോ മനോഹരമാണ്. സ്തോത്രം. എത്രയോ മനോഹരമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി എന്ന് പറഞ്ഞാൽ നല്ലതായി, ഞാൻ പറഞ്ഞ നല്ലതായി എന്ന് പറയാൻ കാരണം സ്ട്രോങ് ആയി, വളരെ സമ്പന്നമായ രീതിയിൽ വസിക്കട്ടെ എന്ന് പറഞ്ഞ് ചെറിയതായ രീതിയിൽ സുവിശേഷത്താൽ നമുക്ക് ലഭിച്ചതാണ്. ഇനി ഐശ്വര്യമായി അത് വസിക്കണം. സ്തോത്രം. നമുക്ക് അല്പമായി അത് മനസ്സിലായി സുവിശേഷം കേട്ട ദിവസം. മുഴുവനായ യേശുവിനെ മനസ്സിലായോ? ഒരിക്കലും മനസ്സിലായ. യേശുവിന്റെ എല്ലാ വാക്കുകളും നമുക്ക് ബോധ്യമായ ഇല്ല. ഇന്നും ബോധ്യമായില്ല. സ്തോത്രം. ഇതിങ്ങനെ നമുക്ക് ഐശ്വര്യമായി ക്രിസ്തുവിന്റെ വചനം നമ്മൾ ക്രിയ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം? ലോകത്തിന്റെ ജ്ഞാനം ചെറുതായിട്ട് തോന്നും. ലോകം വലുതെന്ന് പറയുന്നതിനെ നമ്മൾ ചെറുതായിട്ട് തോന്നും. കാരണം ക്രിസ്തുവിന്റെ വചനമാണ് ഹൃദയത്തിൽ വസിക്കുന്നത്. ഈ വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാമല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, വസിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്. നമ്മുടെ ഒരു വീട്ടിലേക്ക് ഒരാള്
ഗസ്റ്റായിട്ട് വരികയാണ്. അദ്ദേഹം വസിക്കാൻ വരുന്നതല്ല, അദ്ദേഹം ജസ്റ്റ് നമ്മുടെ വീട്ടിൽ താമസിച്ച് പോകാൻ വരുന്നത്. എന്നാൽ വീട്ടിന്റെ ഉടമസ്ഥനെ ആ വീട്ടിന്റെ മാസ്റ്ററെ ആ വീട്ടിന്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ വസിക്കുന്നവരാണ്. എല്ലാ മുറിയിലും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. അവർക്ക് എല്ലാ സന്തോഷങ്ങളും എങ്ങനെ വേണമെങ്കിലും അവർക്ക് കഴിക്കാം. നമ്മൾ ഗസ്റ്റായിട്ട് പോകുമ്പോൾ നമ്മൾ ഒരു പക്ഷേ 3 റൊട്ടിയാണ് വേണ്ടതെങ്കിലും നമ്മൾ പറയും 2 റൊട്ടി മതി. സ്തോത്രം. ആമേൻ. എന്നിട്ട് വളരെ മുറിച്ച് തിന്നും. സ്തോത്രം. എന്നെ സംബന്ധിച്ച് ഒരു പുതിയ വീട്ടിൽ ചെന്നാൽ എനിക്കാണ് വിശക്കത്തുമില്ല. സ്തോത്രം. അപ്പം വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് കഴിക്കാൻ. അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ അനുഭവങ്ങൾ കാണും. ചില ആളുകൾ വിശക്കുന്നെങ്കിലും സ്തോത്രം എനിക്കത് പറഞ്ഞപ്പോൾ സ്തോത്രം ഓക്കെ, ഞാൻ തമാശ പറയുന്നില്ല. സ്തോത്രം. ഞാൻ അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ചില ആളുകൾക്ക് നാണക്കേടാണ് കഴിക്കാൻ, പക്ഷെ പിന്നീടിട്ട് വിശക്കുകയും ചെയ്യും. സ്തോത്രം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ വസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്വാതന്ത്ര്യമാണ്. സ്തോത്രം. നമ്മുടെ ഭവനത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളാണ് ഈ ഭവനത്തിലെ കാര്യങ്ങൾ തീരുമാനം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. ക്രിസ്തുവിന്റെ വചനം നമ്മളിൽ വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ ക്രിസ്തു വന്ന് നമ്മളിൽ വാഴുകയാണ്. സ്തോത്രം. ക്രിസ്തു നമ്മളെ മാസ്റ്റർ ചെയ്യുന്ന ഒരു കൺട്രോൾ ചെയ്യുന്ന, വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ച് ക്രിസ്തു വന്ന് വസിക്കുകയാണ് നമ്മുടെ കൂടെ. ഇത് സത്യത്തിൽ കർത്താവിന്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ പലവട്ടം വായിച്ചിട്ടുള്ളതാണ്. 15-ാം അധ്യായത്തിൽ ആ ഭാഗം നമുക്ക് ഒരിക്കൽ കൂടെ ഇന്ന് എടുക്കാം. സ്തോത്രം. ഇത് യേശു തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവിൻ, അത് നിങ്ങൾക്ക് കിട്ടും. യെസ്. അവിടെ ഇങ്ങനെയാണ്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. ഇതൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. സ്തോത്രം. നമ്മളതിൽ നമുക്കറിയാമല്ലോ ഒരു വ്യാഖ്യാനം. ക്രിസ്തുവിന്റെ വചനം എന്നിലും സ്തോത്രം. നമ്മൾ സ്തോത്രം ക്രിസ്തുവിലും. സ്തോത്രം. ഒരിക്കൽ കൂടെ ആ വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. എന്താണ് അവിടെ യേശു കർത്താവ് പറഞ്ഞത്? ആമേൻ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. ഇതിന് സമാനമായൊരു വാക്ക് ഒത്തിരി വട്ടം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ 56 എന്ന് വായിച്ചാട്ടെ. 56-ാമത്തെ വാക്യം 56. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യെസ്. ഇതാണ് കർത്താവിന്റെ ആഗ്രഹം. ഈ ലോകത്തിൽ യേശു ആയിരുന്നപ്പോൾ ഞാൻ 3.5 വർഷക്കാലം കൂടെ നടക്കാം എന്നതല്ല കർത്താവിന്റെ ഏറ്റവും വലിയ കൊതി, ആഗ്രഹം. കർത്താവിന് എന്താ ആഗ്രഹം? രക്തം തന്ന് വിലയ്ക്ക് വാങ്ങിയിട്ട് കർത്താവിന് വന്ന് നമ്മളിൽ വസിക്കണം. അതാണ് പറഞ്ഞ എന്നെ തിന്നാൻ. സ്തോത്രം. എന്നെ തിന്നാൻ പറഞ്ഞാൽ അവർക്കത് മനസ്സിലായില്ല, അവർ തെറ്റിദ്ധരിച്ചു. എന്നാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന എന്താണ്? കർത്താവിനെ അകത്താക്കാൻ, കർത്താവിനെ നേടാൻ, കർത്താവിനെ റിസീവ് ചെയ്യാൻ, കർത്താവിനെ സ്വീകരിക്കാൻ കർത്താവിനോട് ആഗ്രഹം. മക്കളെ, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും. ഇതാ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. അതാണ് പൗലോസ് അതിന് സമാനമായ ഒരു വാക്കാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. ചെറിയ രീതിയിലല്ല. ചെറിയ രീതിയിൽ വസിച്ചാലുള്ള കുഴപ്പം എന്താ? ചെറിയ രീതിയിൽ വസിച്ചാലുള്ള കുഴപ്പം, നമ്മൾ ക്രിസ്തുവിന്റെ വചനം കേട്ടോ എന്ന് ചോദിച്ചാൽ കേട്ടു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ലോകത്തിന്റെ വചനം കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാമല്ലോ, നല്ലൊരു വെളിപ്പാട് കിട്ടിയ ഒരു യേശുവിന്റെ ശിഷ്യനായിരുന്നു പത്രോസ്. നീ ഭാഗ്യവാൻ, പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നതെന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായ വാക്കുകളൊക്കെ കേട്ട് കുറച്ച് മുമ്പോട്ട് വന്നപ്പം നമുക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ എന്താണ് അവിടെ നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു കർത്താവ് തന്റെ മരണത്തെ പറ്റി പറയുന്ന സമയത്ത് അതിന്റെ 21-ാമത്തെ വാക്യം മുതൽ പത്രോസിനെ ഉയർത്തിയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വേറിട്ട് കൊണ്ടുപോയി. 21, 22 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അന്നു മുതൽ യേശുദാൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു, കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. ഇത് ക്രിസ്തുവിന്റെ വചനമല്ല. സ്തോത്രം. സ്തോത്രം. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നമ്മളിൽ വസിച്ചില്ലല്ലോ. കുഴപ്പം, ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അതും കൊള്ളാമെന്ന് തോന്നും. പക്ഷെ യേശു അത് ഉൾക്കൊള്ളുന്നില്ല. സ്തോത്രം. യേശുവിന് ബുദ്ധി പറഞ്ഞു കൊടുക്കും, വേറിട്ട് കൊണ്ടുപോയിട്ട് ബുദ്ധി പറയാം. എന്നാൽ കർത്താവ് എന്താ പറഞ്ഞത്? ഓസാത്തനെ എന്ന് പറഞ്ഞു.
നമ്മളിൽ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായിട്ട് വസിച്ചില്ലെങ്കിൽ ലോകത്തിന്റെ ബുദ്ധിയും ലോകത്തിന്റെ വചനവുമായിട്ട് ഇങ്ങനെ ആളുകൾ നമ്മുടെ വീട്ടിൽ വരും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളിൽ തന്നെ പത്രോസിൽ കൂടി പ്രവർത്തിച്ചതുപോലെ നമ്മൾ പ്രവർത്തിക്കും. ഐശ്വര്യമായി ക്രിസ്തുവിന്റെ വചനം വസിച്ചില്ല, നമ്മൾ അറിയാതെ വീണുപോകും. കാരണം നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കർത്താവ് എങ്ങനെ ചിന്തിക്കുമായിരുന്നെന്നും കർത്താവിന്റെ വചനത്തിൽ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഇടപെടുന്നതെന്നും നമ്മൾ മറന്നുപോകുന്നു. നമ്മുടെ ചില തീരുമാനം എടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ യേശുവിന്റെ മരണം പോലെ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പതറിപ്പോകാൻ കാരണം എന്താണെന്ന് പറയാം, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി വസിക്കുന്നില്ല. വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, പക്ഷെ ഐശ്വര്യമായി വസിക്കുന്നില്ല. അത് നല്ല രീതിയിൽ പൂർണ്ണമായ അത് തന്നെ കൊതിച്ചുകൊണ്ട് നമ്മൾ പോകുന്നില്ല. യേശു കർത്താവ് 15-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ കർത്താവിന്റെ വചനം നമ്മളിൽ വസിച്ചാൽ നമ്മൾ എന്ത് ചോദിച്ചാലും കിട്ടും എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ വചനം നമ്മളിൽ വസിക്കുന്നെങ്കിൽ കർത്താവിന് ഇഷ്ടമുള്ളതേ ചോദിക്കും. അതെന്താണ് ചോദിക്കുന്നത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അപ്പം കർത്താവിന്റെ വചനം നമ്മളിൽ വസിച്ചാൽ ലോകത്തിന്റെ ബുദ്ധിക്കും തത്വജ്ഞാനത്തിന് പിന്നെ വലിയ വിലയില്ല. അതാണ് പൗലോസോട് പറയുന്നത്. ഇൻഡയറക്റ്റായി പൗലോസ് അതാണ് സഭയോട് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ മറ്റു പല വചനങ്ങളിലും പുറകെ പോയി മറ്റു പല വാക്കുകളുടെ പുറകെ പോകാതെ ക്രിസ്തുവിന്റെ പുറകെ മാത്രം പോയാൽ മതി. ക്രിസ്തുവിലുണ്ട് സമാധാനം, ക്രിസ്തുവിലുണ്ട് സ്നേഹം, ക്രിസ്തുവിലുണ്ട് പെർഫെക്ഷൻ, ക്രിസ്തുവിലുണ്ട് ലോഗോസ്, ക്രിസ്തുവിലുണ്ട് വചനം. ആ ക്രിസ്തുവിന്റെ വചനമാണ് നിങ്ങളിൽ തികവുള്ളതിലേക്ക് കൊണ്ടുവരുന്നത്. അതിലാണ് നിങ്ങൾ തികവുള്ളവരായിത്തീരുന്നത്. അല്ലാതെ മറ്റേതെങ്കിലും ജ്ഞാനത്തിലല്ല. ജ്ഞാനത്തിലാണെന്ന് ചോദിച്ചാൽ ജ്ഞാനത്തില, പക്ഷെ അത് ഏത് ജ്ഞാനത്തിലാ? ക്രിസ്തുവിൽ ആ ജ്ഞാനമുണ്ട്. ഞാൻ ഇന്ന് ഒന്നുകൂടെ ആ ജ്ഞാനത്തെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ പരിജ്ഞാനം എന്ന വാക്ക് വരുന്നത് കൊണ്ട് ജസ്റ്റ് ഇവിടെ സ്തോത്രം. നമുക്കറിയാം ലോകത്തിന്റെ ജ്ഞാനം. മറ്റൊരു കാര്യം പറഞ്ഞതാണ് നമ്മുടെ യൂത യേശുവിനോട് പറഞ്ഞൊരു നല്ല ജ്ഞാനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൂടെ എടുത്തിട്ട് നമുക്ക് താഴോട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. യൂത എന്താ പറയുന്നത്? നമുക്ക് ആ പശ്ചാത്തലം അറിയാമല്ലോ. കാല് യേശു കർത്താവിന്റെ മറിയ വന്ന് വിലയേറിയ സ്വച്ഛ ജഡ മാംസി തൈലം റാത്തിലെടുത്ത് യേശുവിന്റെ കാൽ പൂശി അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന നല്ല സൗരഭ്യം വന്നപ്പോൾ 4, 4, 5, 6 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 4, 5, 6 വാക്യങ്ങൾ. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ദരിദ്രന്മാരെ കുറിച്ച് ഇഷ്ടമുള്ളതുകൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തിന് കയ്യിൽ പണസഞ്ചി ആയതുകൊണ്ടാണ്, തന്റെ പക്കലായതുകൊണ്ടും അതിലിട്ടത് എടുത്തുകൊള്ളുവാൻ വേണ്ടിയാണെന്നും നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നല്ലോ. സ്വത്രം. അപ്പൊ അദ്ദേഹം പറയുന്ന നല്ലൊരു ഐഡിയ ആണ്. എന്താണ്? 300 വെള്ളിക്കാശിന് വിലയുള്ളത് ഇത് വെറുതെ കളയുകയാണല്ലോ. പക്ഷെ കർത്താവ് അത് വെറുതെ കളയുന്നതായിട്ടല്ല ചിന്തിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ലൈഫിൽ ഇതുപോലെ ബുദ്ധി പറയുന്നവരുണ്ട്. വെറുതെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പങ്കിടുന്നവർ, ജീവിതം മുഴുവൻ കർത്താവിന്റെ വേല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവര്, ലോകത്തിന്റെ സ്വപ്നങ്ങൾ, മറ്റുള്ളവർ അനേക നന്മകൾ വാരിക്കൂട്ടിയ സമയത്ത് അതൊക്കെ വാരിക്കൂട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ഈ ലോക ജീവിതത്തിൽ അതൊക്കെ കർത്താവിന്റെ നാമത്തിന് ഈ സ്ത്രീയെ ഒന്ന് നോക്കി 300 വെള്ളിക്കാശിന് ഏകദേശം. ഓക്കെ, അദ്ദേഹം പറയുന്നത് എടുത്താൽ നമ്മൾ ആഴം ഒന്ന് നോക്കി. യൂതയെ സംബന്ധിച്ചിടത്തോളം യേശുവിന് വെറും 30 വെള്ളിക്കാശാണ് യൂത വലുതായിട്ട് കണ്ടത്. ഈ പറയുന്ന യൂത യേശുവിന് ഇട്ട വില, അല്ലെങ്കിൽ യേശുവിന് ഒറ്റിക്കൊടുക്കാൻ, അല്ലെങ്കിൽ യേശുവിനെ വിറ്റ് പലവട്ടം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീടും ചെയ്യുന്നത് 30 വെള്ളിക്കാശിന് വിട്ട് വെറും 30 വെള്ളിക്കാശ്. ഈ 300-ഉം ആ 30-ഉമായി നോക്കുമ്പോൾ എത്രയോ വ്യത്യാസം. പക്ഷെ കർത്താവിനെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു സഹോദരി, പാപത്തിൽ വിടിവിക്കപ്പെട്ട ഒരു സഹോദരി, തന്റെ ലൈഫിനെ കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കിയ ഒരു സഹോദരി 30 വെള്ളിക്കാശ് നേടുകയല്ല, 300 വെള്ളിക്കാശ് കാലിൽ ഒഴിക്കുകയാണ്. ഇതാണ് ക്രിസ്തുവിന്റെ വചനം. ഇത് ക്രിസ്തുവിന്റെ വചനമായി വസിക്കാത്ത, കൺട്രോൾ ചെയ്യാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 30 വെള്ളിക്കാശും 1 വെള്ളിക്കാശ് പോലും നഷ്ടമാവുകയാണ്. എന്നാൽ യേശു പറയുന്നത് എന്താണെന്നറിയാമോ? യേശുവോ അവളെ വിടുക, എന്റെ ശവസംസ്കാരത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. കണ്ടോ, അത് ദൈവ പദ്ധതിക്ക് വേണ്ടി സൂക്ഷിച്ചതാണെന്നാണ് പറയുന്നത്. എന്നാലോചിച്ച് നോക്ക്, ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യർക്ക് വേണ്ടി മരിക്കുവാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് തന്റെ ശുശ്രൂഷയ്ക്കായി നമുക്കറിയാലോ, അതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടായിരിക്കാം. സ്വത്രം. ആ ശുശ്രൂഷ, പിന്നീട് ചെയ്യേണ്ട ശുശ്രൂഷകൾ മുമ്പ് കൂട്ടി ചെയ്യാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. ദൈവത്തിന്റെ പദ്ധതിക്കായി ഈ സ്ത്രീ ചെയ്യുന്നത്.
എന്നാൽ ക്രിസ്തുവിന്റെ വചനം വസിക്കാത്ത, ക്രിസ്തു വസിക്കാത്ത, ക്രിസ്തുവിന്റെ വചനം യൂത കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പക്ഷെ ഐശ്വര്യമായി വസിക്കുവാൻ അനുവദിക്കാത്ത ആ മനുഷ്യൻ ഇതൊന്നും മനസ്സിലാകുന്നില്ല. സ്തോത്രം, ഞാനത് വിടുകയാണ്. സ്തോത്രം, ലോകത്തിന്റെ വചനമാണ് നമ്മളിൽ വസിക്കുന്നതെങ്കിൽ, നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ, നമ്മളെ ഭരിക്കുന്നത്, നമ്മളിൽ വസിക്കുന്നതെങ്കിൽ, ഇടയ്ക്കിടയ്ക്കെങ്കിലും കേട്ട സുവിശേഷത്തിന് എതിരായ തീരുമാനങ്ങൾ എടുക്കാനും പതറിപ്പോകാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ വചനം തന്നെ ഐശ്വര്യമായി നമ്മളിൽ വസിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തുവിന്റെ വചനം, സ്തോത്രം, പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആവർത്തന പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളിൽ വസിക്കണമെന്ന് പഴയ നിയമം മുതലുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്തോത്രം, ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 6-ാമത്തെ വാക്യവും 11-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിച്ചട്ടെ. ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 6-ും 11-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. 11-18 11:18. ആകയാൽ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. യെസ്, നമ്മുടെ അകത്ത് ഈ വചനമാക്കണമെന്ന് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശമാണ് പൗലോസ് ഇവിടെ പറയുന്നത്, നിവർത്തിക്കുന്നത്. യേശു നമ്മളിൽ വന്ന് വസിക്കും. യഥാർത്ഥ വചനം നമ്മളിൽ വന്ന് വസിക്കുന്നു. ഇത് ദൈവത്തിന്റെ നൂറ്റാണ്ടുകളായി, വർഷങ്ങളായി മറഞ്ഞു കിടന്ന ദൈവ മർമ്മത്തിന്റെ പദ്ധതിയാണ്. സഭ എന്ന മർമ്മത്തിൽ കൂടി ദൈവം നമുക്ക് ദാനമായി തന്നത്. പക്ഷെ ഇതൊന്നും നമുക്ക് അനുഗ്രഹമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ സമാധാനം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ വചനം, ലോകം പോകുന്നതിന്റെ പുറകെ നമ്മൾ പോകാത്തത് ഈ വചനം നമ്മളിൽ ഉള്ളത് കൊണ്ട്. ഈ വചനം നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ നന്ദിയുള്ളവരാകണം. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ സങ്കീർത്തനവും നമ്മുടെ സ്തുതികളും ക്രിസ്തുവിന്റെ വചനപ്രകാരമാകുന്നത്. എന്തുകൊണ്ടാ? ആ ക്രിസ്തുവിന്റെ വചനം, അതിന്റെ ഐശ്വര്യം, അതിന്റെ സമ്പത്ത്, അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിച്ച് ദൈവം തന്നു. ക്രിസ്തു നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. ലോകം നമ്മളെ നാണം കെടുത്തി, അല്ലെങ്കിൽ ഒരു കന്നത്തടിച്ചു, അപ്പൊ നമ്മൾ മറ്റേ കന്നൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ ലോകം പറയാം, അയ്യോ അവൻ കംജോറാണ്, അവൻ വീക്കാണ് ആള്, അതുകൊണ്ടാണ് അടികൊള്ളുന്നത്. പക്ഷെ ക്രിസ്തുവിന്റെ വചനമാണ് നമ്മളിൽ വസിക്കുന്നത്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് തുപ്പലേൽപ്പിക്കപ്പെടുമ്പോഴും മിണ്ടാതിരുന്ന ക്രിസ്തുവിൽ നമ്മളിൽ അവൻ വസിക്കുന്നത് കൊണ്ട് നമുക്കതൊരു ഭാരമായി വരുന്നില്ല. സ്തോത്രം. അതെ, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സ്തോത്രം വസിക്കട്ടെ. അവിടെ പറയുന്ന 1-2 വാക്കുകൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ ഈ വചനം തന്നെയാണ് ഇതുമായിട്ട് ചേർത്ത് പറയുന്നത്. സ്തോത്രം. അവിടെ എന്താണ് കാണാൻ കഴിയുന്നത്? സ്തോത്രം, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ഇപ്പോൾ ഇവിടെ പറയുന്ന സങ്കീർത്തനം സ്തോത്രം നമ്മൾ കേവലം നമ്മുടെ ബൈബിളിൽ കാണുന്ന സങ്കീർത്തനം മാത്രമല്ല. സ്തോത്രം. പക്ഷെ സങ്കീർത്തന പുസ്തകം നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ സഭകളിൽ വായിക്കുന്നത് പാപവുമല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തെറ്റുമല്ല. സ്തോത്രം. ആമേൻ. എന്നാൽ ഇവിടെ പറയുന്ന സങ്കീർത്തനം ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഗീതങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹിംസിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ആമേൻ നമ്മൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം ക്രിസ്തുവിലേക്ക് എത്തിക്കുന്നതായിരിക്കണം. സ്തോത്രം. ഇന്ന് ഞാനത് നേരത്തെ പറഞ്ഞതാണ്. സ്തോത്രം. ഇന്ന് നമ്മൾ പാടുന്ന ചില പാട്ടുകൾ നമ്മളെ നൃത്തം ചെയ്യിപ്പിക്കും. നമുക്കത് കേൾക്കുമ്പോൾ ഒരു നൃത്തം. ചിലരാണെങ്കിൽ വീഡിയോയിൽ നന്നായി അഭിനയിക്കുന്നുണ്ട്. പാവങ്ങളായ നമ്മൾ അത് കാണുമ്പോൾ നന്നായിട്ട് രസിക്കുന്നു, സന്തോഷിക്കാറുണ്ട്. ഓ, അവരാ കൈ പൊക്കുന്നത് കണ്ടോ? അത് വെറുതെ അഭിനയമാണ്. സ്തോത്രം. അവര് ഈ കൈ പൊക്കുന്നതും ചിലപ്പോൾ അതിനകത്ത് 1-2 പേര് ചിലപ്പം റിയൽ ആയിട്ട് ഉണ്ടായിരിക്കും. ബാക്കി എല്ലാവരും അവർ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയും സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്ന ലൈവ് ഒരു നല്ല ശതമാനം വീഡിയോയും ലൈവ് പ്രോഗ്രാം അല്ല, അത് റെക്കോർഡിങ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അത് പറയുമ്പോൾ എന്നോട് ഞാൻ വിമർശിക്കുകയാണെന്ന് തോന്നരുത്. അതിനെപ്പറ്റിയല്ല ഇവിടെ പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിലും ദൈവത്തെ സ്തുതിക്കട്ടെ. പക്ഷെ അതല്ല ദൈവവചനത്തിൽ ദൈവവചനപ്രകാരം ക്രിസ്തുവിന്റെ വചനം ഒരു മനുഷ്യന് വസിക്കാൻ തുടങ്ങിയാൽ ആ വചനപ്രകാരമുള്ള ഹിംസ്, ആ വചനപ്രകാരമുള്ള സ്തുതി, മഹിമ അറിയാതെ നമ്മുടെ നാവുകളിൽ വരും. അത് ചിലപ്പോൾ മറ്റൊരാൾ എഴുതിയതായിരിക്കാം. പാടാം, സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അങ്ങനെ ക്രിസ്തുവിൽ എത്തിക്കാത്ത പാട്ടുകളൊന്നും ദൈവീകമല്ല. എത്ര താളത്തിൽ പാടിയാലും, എത്ര മനോഹരമായി വർണ്ണിച്ചാലും, ഏറ്റവും മനോഹരമായി മഹാനായ ഒരു മനുഷ്യൻ അത് എഴുതിയാലും, ഏറ്റവും ഫേമസ് ആയ ഒരാൾ പാടിയാലും, നമുക്കതൊരു, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആര് പാടിയാലും ഏത് തരത്തിലുള്ള പാട്ടായാലും, പക്ഷെ അത് കേൾക്കുമ്പോൾ
ഇത് എന്നൊക്കെ പറയാം. അതൊരു പാട്ടിന്റെ ഒരു മ്യൂസിക്കിന്റെ ഒരു പവറാണ്. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ആത്മാവ്യാപരിച്ചതൊന്നും ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ വിഷമം തോന്നരുത്. സ്വത്രം ദൈവദാസനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ നയിക്കുന്നത് ശുശ്രൂഷയായോണ്ട് ഇതിങ്ങനെ പറയുന്നത് തെറ്റില്ല. സ്വത്രം നമുക്ക് ഈ ഇമോഷനിൽ ഈ വല്ലാത്തൊരു ഒരു ചിന്തയിൽ നമ്മളങ്ങ് കുടുങ്ങിപ്പോവുക. പക്ഷെ അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. ക്രിസ്തു നമ്മളിൽ വസിക്കുന്ന രീതിയിലുള്ള വചനം. അതൊരു പ്രസംഗം, ഇന്നിപ്പോ നമ്മൾ പാടിയതുപോലെ ഒരു പ്രസംഗത്തിനേക്കാൾ ശക്തമാണ് ദൈവവചന പ്രകാരമുള്ള ഒരു പാട്ട്. ഞാനിങ്ങനെ നമ്മളെ പലപ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞത് പല പാട്ടുകളുമുണ്ട്. നമ്മൾ അറിയാതെ പഴയ നിയമത്തെ ആ ഭക്തന്മാരൊക്കെ എത്രയോ ആഴത്തിലെ ഈ കഷ്ടങ്ങളുടെ നടുവിൽ കൂടി കടന്നുപോയി കർത്താവിനെ രുചിച്ചറിഞ്ഞത്. സ്തോത്രം. അപ്രകാരമുള്ള പാട്ടുകൾ ചില ആളുകൾ ഭയങ്കര പല ദിവസം വരെ കള്ളം പാടാറുണ്ട്. പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കള്ളം പാടാറുണ്ട്. സ്തോത്രം. ആമേ, കർത്താവ് മാത്രം മതി എന്നൊക്കെ പറയും, വെറുതെ പറയുകയാണ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഇത് ദൈവം ഹൃദയത്തിൽ വസിച്ചിട്ട് അവന്റെ കൺട്രോളിൽ നിന്നിട്ട് പാടണം. അങ്ങനെയാണെങ്കിൽ നമ്മളാരും അമിതമായി പാടാൻ സാധിക്കും. പക്ഷെ അതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം കേട്ടോ. അതൊന്നുകൂടെ നോക്കിയാട്ടെ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും, ഇത് ഹൃദയത്തിലാണ് ദൈവത്തിന് പാടിയും, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം, ഇതെല്ലാം പറയുന്നത് ക്രിസ്തുവിന്റെ വചനത്തിലേക്കാ. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ഞാൻ നിങ്ങളിൽ വസിക്കേണ്ടത് എങ്ങനെയാ? ഇതെല്ലാം കൂടെ ചേർന്നാണ്. അതുകൊണ്ട് സഭയിൽ പാട്ട് വേണം. സഭയിൽ സങ്കീർത്തനത്തിന് സമയമുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല. സ്തോത്രം. ആമേൻ. അതുപോലെ തന്നെ ആമേൻ എന്താണ് സ്തുതി, നന്ദി പറയുന്നതിന് അവസരമുള്ളതിന് അതൊന്നും തെറ്റല്ല. ഇതെല്ലാം ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കണം, ക്രിസ്തു നമ്മളിൽ വസിക്കാൻ അനുവദിക്കുന്നതായിരിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് സഭയോടും കൂടെ വ്യക്തിപരമായ ജീവിതത്തിലും സഭാന്തരീക്ഷത്തിലും ഇത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് നടക്കുന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം പാടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ പറയുന്ന 16-ാമത്തെ വാക്യം ഒരു സഭയിലെ പാട്ടിൽ നടന്നില്ലെങ്കിൽ അന്നത്തെ പാട്ട് പാടാതിരിക്കുന്നതാണ് അതിലും നല്ലത്. സ്തോത്രം. ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് നടക്കുന്നതാകട്ടെ മറ്റുള്ളവരെ കൊണ്ട് ആരാധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പെർഫോമൻസ് അല്ല ഇവിടെ പറയുന്നത്. ഹൃദയത്തിൽ ദൈവവചനം വസിച്ചിട്ട് നമ്മളിൽ നിന്ന് തുളുമ്പി വരുന്ന നന്ദിവാചകങ്ങളെ പറ്റിയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അതല്ലേ പൗലോസ് ആ കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്നുകൊണ്ടും പാടി ദൈവത്തെ സ്തുതിക്കാനിടയായി തീർന്നത്. സ്തോത്രം. അത്രയും കഠിനമായ ജീവിത സാഹചര്യത്തിലും തന്റെ അകത്തളങ്ങളിൽ പാട്ട് വരാൻ കാരണം എന്താ? ഏത് പാട്ടാണെന്ന് നമുക്കറിയില്ല, ഏത് സങ്കീർത്തനമാണ്, അല്ലെങ്കിൽ ഏത് ഹിംസാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പാടിയെന്ന് അറിയത്തില്ല. പക്ഷെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി തന്റെ ഹൃദയത്തിൽ വസിച്ചു കൊണ്ടുവരുന്നത് കൊണ്ട് ആ കഷ്ടമേറിയ സാഹചര്യത്തിലും നമ്മൾ എത്രയോ കഷ്ടങ്ങൾ വന്നപ്പോഴേ നമ്മൾ എത്ര പാട്ടുപാടി ബലപ്പെട്ടത്. ആരും നമ്മളോട് ഒരു പ്രസംഗിച്ച് പറയാനില്ലായിരുന്നു. ആരും നമ്മളോട് വന്നൊരു ദൂത് പറയാനില്ലായിരുന്നു. പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് പഴയ പാട്ടിഞ്ഞ് വന്നു. സ്വത്രം. ചിലപ്പോൾ നമ്മൾ തന്നെ പാട്ട് എഴുതിയും കാണും. ചിലപ്പോൾ ട്യൂൺ ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ പാടി കാണത്തില്ല. ഒരുപക്ഷെ പാടിയാൽ ആരും അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് നമ്മളത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞും കാണത്തില്ല. പക്ഷെ ഇതാണ് പൗലോസ് ഇവിടെ പറയുന്ന ഈ പാട്ട്, ആത്മീക ഗീതങ്ങൾ എന്ന് പറയുന്നത്. സ്വത്രം. അങ്ങനെ ദൈവവചന പ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്നാണ് ആമേൻ പറയുന്നത്. സ്വത്രം. ആമേൻ വേഗത്തിൽ ബാക്കി കാര്യങ്ങളോട് പറഞ്ഞ് ആമേൻ നിർത്താം. സ്വത്രം. ആമേൻ ദൈവം അനുവദിച്ചാൽ നാളെ കർത്താവിന്റെ ദാസൻ അവരുടെ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുമെന്ന കർത്താവിന്റെ ദാസൻ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ പറയാൻ അവസരമുണ്ടല്ലോ. സോ തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ. അവിടെ കാണുന്ന ഒരു വാക്കുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിപ്പിച്ചും എന്ന് പറഞ്ഞാൽ ഉപദേശവും വാണിങ്ങും ഈ ക്രിസ്തുവിന്റെ വചനത്തിലുള്ളതാണ്. ചിലർക്ക് വാൺ ചെയ്യുമ്പോൾ പറയുന്നത് സ്നേഹം ചെയ്യും, സ്നേഹത്തിന്റെ ദൈവത്തിന്റെ മുന്നിൽ എന്തിനാ വാണിങ് ഉണ്ട്. ക്രിസ്തു ഒരു ദൈവവചനത്തിന്റെ ഭാഗമാണ് വാണിങ്. വാണിങ് ഇല്ലാത്ത ഒരു ഉപദേശവും യേശു തന്നില്ല. യേശു എപ്പോഴും ലോകത്തെ വാൺ ചെയ്തുകൊണ്ടിരുന്നു, ശിഷ്യന്മാരെ വാൺ ചെയ്തുകൊണ്ടിരുന്നു. വാണിങ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ഉണ്ടല്ലോ. സ്വത്രം. അതെല്ലാം കർത്താവ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പൗലോസ് വാൺ ചെയ്തില്ലേ സഭയോടെ? സ്വത്രം. എത്രയോ സ്ഥലങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് വാൺ ചെയ്യുന്നുണ്ട്. സ്വത്രം. നമ്മളോട് ഇവിടെയും അപ്പോസ്തലനായ പൗലോസ് നിങ്ങൾ പരസ്പരം വാൺ ചെയ്യണം. അല്ലെങ്കിൽ സഭകളിൽ വാൺ ചെയ്യുന്ന ഉപദേശങ്ങൾ ഉണ്ട്. അത് ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളിൽ ഉണ്ടാകണം. പിന്നെന്താ പറഞ്ഞ ബുദ്ധി ഉപദേശം. നമ്മൾ ഈ ബുദ്ധി ഉപദേശം പറയുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് പല ആളുകളും ബുദ്ധി പറഞ്ഞു തരുന്നത് ലോകത്തിന്റെ ബുദ്ധിയിലാണ്. അത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് അങ്ങ് ഉണ്ടാകാം, കുഴപ്പമില്ല. അത്ര ഭക്തന്മാരാരാണെന്ന് ലോകത്തിലുള്ളത്? എന്നിട്ട് നമ്മൾ പറയും, പാടും, കർത്താവ് എന്നെ സഹായിച്ചു, ഞാൻ അമേരിക്കയിൽ വരാൻ ദൈവം എനിക്ക് സഹായിച്ചു. അമേരിക്കയിൽ ആള് ദൈവമക്കളുണ്ടല്ലോ. സ്വതന്ത്രം.
കർത്താവ് എന്നെ ഇവിടെ വരാൻ സഹായിച്ചു. നിങ്ങൾ ആരും അങ്ങനെ പറയുന്നവരല്ല ദൈവകൃപയാൽ. പക്ഷെ പല ആളുകളും അതാ പറഞ്ഞത്, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ അങ്ങനെയുള്ളൊരു കടലുണ്ട്. എന്നിട്ട് പറയുകയാണ് ദൈവം സഹായിച്ചു പാസ്റ്റേ, ദൈവം എന്നോട് കരുണ ചെയ്തു. എവിടെ കരുണ ചെയ്തു ദൈവം? അത് മറ്റുള്ളവർ പോയതുപോലെ നമ്മളും പോയി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എത്രയോ ദൈവത്തെ അറിയാത്തവരോടെ പോയി, അതുപോലെ നമ്മളും പോയി. സ്വോത്രം സ്വോത്രം. ഇത് പറയുമ്പോൾ ദുഃഖമില്ല എന്ന് ഞാൻ പൂർണ്ണ ഈ ലോകത്തിന്റെ ബുദ്ധി ഉപദേശിക്കാനല്ല ഇവിടെ പറയുന്നത്. ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജ്ഞാനം, ക്രിസ്തുവിന്റെ പരിജ്ഞാനം, ക്രിസ്തുവിന്റെ വിവേകം നമ്മളെ കൺട്രോൾ ചെയ്യും. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതെവിടെയാണെന്ന് ഇത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇന്ന് സത്യത്തിൽ പറഞ്ഞ് അത് അവസാനിപ്പിക്കാൻ സമയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം. നമ്മൾ ഈ കൊലോസ്യ ലേഖനം 1:9-10, 2-ാം അധ്യായത്തിന് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോഴും 3 വാക്കുകൾ നമ്മൾ കണ്ടിരുന്നു: വിവേകം, ജ്ഞാനം, പരിജ്ഞാനം. അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡം, നോളജ്. ഈ 3 വാക്കുകളും പൗലോസ് പറഞ്ഞിട്ട് അവിടെ നമുക്ക് 1-ാം അധ്യായത്തിന് 9-ഉം 10-ലും പൗലോസ് നമുക്കത് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2-ന്റെ 1 മുതൽ 5-ന്റെ ഇടയ്ക്ക് പറയുന്നു അത് ക്രിസ്തുവിലുണ്ട്, അത് നിങ്ങളിൽ തികയുമെന്ന് പറയുന്നു. എന്നിട്ട് ഇതിനിടയിൽ 28-27 പറയും നമ്മൾ തികവുള്ളവരാകണമെന്ന് പറയുന്നു ഈ ജ്ഞാനത്തിൽ. എന്താണ്? ഞാനിത് ചുരുക്കി ഒന്ന് പറയാം. ഞാൻ അന്ന് മണിക്കൂറുകളോളം എടുത്ത് ഒരു വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, സ്വന്തം മണിക്കൂറുകൾ എടുത്ത് സംസാരിച്ചതാണ് വിവേകം, ജ്ഞാനം, പരിജ്ഞാനം എന്ന വാക്ക്. സ്വോത്രം. ജസ്റ്റ് ഞാനത് ചുരുക്കി അതൊന്ന് പറയാം. സ്വോത്രം. എന്താണ് വിവേകം? കൊലോസ്യ ലേഖനത്തിൽ വിവേകം, നമുക്ക് വിവേകമുള്ളവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്ത് വിവേകമാണ്? ഇത്രയുള്ള വിവേകം എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശൈശവാവസ്ഥയിൽ അല്ലെങ്കിൽ ശിശുവായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആലയത്തിൽ നിന്ന് ദൈവവചനം ശക്തമായി ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന സകല യഹൂദന്മാരും പറയുകയാണ് ഇവന്റെ ജ്ഞാനം എത്രയോ വലുതാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിവേകമെന്ന് ഇവിടെ പറയുന്ന വാക്കിന്റെ സെയിം വേർഡാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ദൈവിക ജ്ഞാനത്തെ പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ ദൈവാത്മാവിനാൽ പ്രാപിക്കുന്ന ജ്ഞാനത്തിന് കൊലോസ്യ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡാണ് വിവേകം. ഇത് സഭയിലെ പാസ്റ്റർക്ക് ലഭിക്കണമെന്നല്ല പൗലോസ് പ്രാർത്ഥിച്ചത്. ഇത് ഞാൻ അന്ന് പറഞ്ഞതാണ്. സ്വത്രം. ഇത് സഭയിലെ എല്ലാ വിശ്വാസികൾക്കും വിവേകം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ തെറ്റായ ഉപദേശങ്ങളിൽ സഭ വീണു പോകുകയില്ലെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നിങ്ങളോളം എത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വിവേകം എന്ന വാക്ക്. 2-മത് ജ്ഞാനം. നമുക്കറിയാം, ഞാൻ അന്ന് ഒത്തിരി പറഞ്ഞതാണ്, ഒന്നുകൂടെ പറഞ്ഞു. ജ്ഞാനം എന്ന വാക്കിന്റെ എന്താണ്? നോസിസ് എന്ന് പറയുന്ന വാക്ക്, നോസ്റ്റിസിസം എന്ന് പറയുന്ന ആ കൾട്ട് ഗ്രൂപ്പ് ഒക്കെ വന്ന ആ വാക്ക്. സ്വത്രം. അതെന്താണ്? അത് പൗലോസ് നമ്മളിൽ ജ്ഞാനം വേണമെന്ന് അവർ ജ്ഞാനം വേണമെന്ന് പറയുമ്പോൾ പൗലോസും പറയുകയാണ് ജ്ഞാനം വേണമെന്ന്. അവർ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത് തത്വജ്ഞാനവും വെറും വഞ്ചനയുടെയും ദൂതന്മാരെ പ്രാപിക്കുന്ന മറ്റൊരു തലത്തിലേക്ക് കയറിപ്പോകണമെന്ന് പറയുന്ന വേറെ ഏതോ ജ്ഞാനത്തെ കുറിച്ചാണ് അവർ സഭയിൽ സ്ഥാപിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യേശു കർത്താവിന്റെ ആത്മാവിനാൽ പൗലോസ് കൊലോസ്യ സഭയോട് പറയുന്ന ജ്ഞാനം ഏതാണ്? ക്രിസ്തു എന്ന ജ്ഞാനം. ശ്രദ്ധിച്ചിരുന്നത് അത് പെട്ടെന്ന് മനസ്സിലാവും. അത് കേട്ടിട്ടുള്ളവരാണ്, ചിന്തിച്ചിട്ടുള്ളവരായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: നമുക്ക് തീരുമാനമെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയുന്നില്ല. അപ്പൊ ജ്ഞാനം പ്രാപിച്ചവരാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? അവർക്ക് അവിടെ പതറുന്നില്ല. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഓക്കെ, ഈ സിറ്റുവേഷൻ വന്നു, ഇനി എന്ത് ഞാൻ ചെയ്യണം. അത് അന്ന് ഞാൻ പറഞ്ഞതാണ്. അത് ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. അത് ലൂക്കോസിന്റെ സുവിശേഷം ഓർമ്മ ശരിയാണല്ലോ, അന്ന് ഞാൻ പറഞ്ഞിരുന്നു. 2-മത് ക്രിസ്തുവിൽ ജ്ഞാനം തികഞ്ഞു വരുന്നു എന്ന് പറയുന്ന സെയിം വേർഡാണ്. ക്രിസ്തുവിൽ അത് ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്രിസ്തു യേശു എപ്പോഴെങ്കിലും അയ്യോ ഞാനിനി എന്ത് ചെയ്യും, എനിക്ക് അറിയത്തില്ല എന്നൊരവസ്ഥ ഉണ്ടായോ? ഇല്ല. കാരണം ക്രിസ്തുവിന് കറക്റ്റ് ജ്ഞാനത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. അവൻ ജ്ഞാനത്തിനാൽ വസിച്ചവനാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസ് എന്താ പറയുന്നത്? നമ്മൾ ഒരു പാസ്റ്റർ അടുത്ത് പോയി ഇനി എന്ത് ചെയ്യട്ടെ പാസ്റ്റർ എന്ന് ചോദിക്കുന്നതിനേക്കാൾ എല്ലാ വിശ്വാസികളും ഈ ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെടട്ടെ. അതിന്റെ ചുരുക്കം പറഞ്ഞാൽ, ഞാൻ ഫിലിപ്പ ലേഖനം ചേർത്ത് പറഞ്ഞിരുന്നു, ക്രിസ്തു എങ്ങനെ ആ സാഹചര്യത്തെ നേരിടുമായിരുന്നു എന്ന് അറിയുന്ന അറിവാണ് ജ്ഞാനം. നിങ്ങൾ പോകുന്ന ആ സാഹചര്യത്തെ ക്രിസ്തു എങ്ങനെ കാണുന്നെന്നും ക്രിസ്തു അതിനെ എങ്ങനെയാണ് ആമേൻ ഇടപെടുന്നതെന്നും അറിയുന്നതാണ് ഈ കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന ജ്ഞാനം.
ഈ പരിജ്ഞാനം എന്താണ്? അത് ജസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. എന്താണ്? ഈ ജ്ഞാനത്തെ പ്രായോഗികമായി ക്രിസ്തു അത് കേവലം അറിയുക മാത്രമല്ല, അത് ക്രൂശിൽ മനോഹരമായി വെളിപ്പെടുത്തുകയും ചെയ്തു. സ്തോത്രം. ഇതാണ് പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ വാക്കുകളുമായി ഒരു കൂട്ടം ആളുകൾ വരുമ്പോൾ അവർക്കൊരു വശം മണ്ടത്തരം തോന്നുന്നു എന്ന് പറയുന്ന, ഞാൻ അന്ന് എടുത്തു പറഞ്ഞ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി കളഞ്ഞു. അങ്ങനെ ദൈവം ആ അവസ്ഥയിൽ ജീവിക്കുമായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ക്രിസ്തുവിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്നു, അപ്പോൾ അത് ലോകത്തിന് ഭോഷത്വമാകും. അപ്പോൾ നമ്മൾ ആ ജ്ഞാനം എടുത്തു, ക്രിസ്തുവിന്റെ ജ്ഞാനം എടുത്തു. ഇനി അത് നമ്മളിൽ നടക്കുമ്പോൾ, അത് നമ്മൾ ചെയ്യുമ്പോൾ, ആ തീരുമാനത്തിൽ നമ്മുടെ ലൈഫിൽ അത് തീരുമാനമെടുത്ത് ചെയ്യുമ്പോൾ അത് പരിജ്ഞാനമായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളോളം എത്തുന്നു ക്രിസ്തുവിന്റെ ജ്ഞാനം, ക്രിസ്തുവിന്റെ പരിജ്ഞാനം. ക്രിസ്തു എങ്ങനെ കാര്യങ്ങളെ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്യുകയാണ് നമ്മൾ. ക്രിസ്തു എങ്ങനെ കാര്യങ്ങളെ അറിയുമായിരുന്നു അങ്ങനെ അറിയുന്നു. ക്രിസ്തു എങ്ങനെ ജ്ഞാനത്തോട് മറ്റുള്ളവരോട് സംസാരിക്കുമായിരുന്നു അങ്ങനെ വിവേകത്തോടെ നമ്മൾ സംസാരിക്കുന്നു. ഇത് സഭയിലുള്ള എല്ലാവരും നേടണമെന്നായിരുന്നു കർത്താവിന്റെ ആഗ്രഹം. ഞാൻ അന്ന് നിന്നോട് പറഞ്ഞിരുന്നു, കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെ ആത്മാവല്ല കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ജ്ഞാനത്തിന്റെ പരിജ്ഞാനം. അവിടെ കുറച്ച് ആളുകൾക്ക് ലഭിക്കുന്ന വരദാനമാണത്. അതൊരു ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. പക്ഷെ ഇവിടെ പറയാണ് സഭയിലുള്ള മുഴുവൻ ആളുകളും ക്രിസ്തുവിന്റെ വിവേകത്തിൽ വളരണം. സഭയിലുള്ള എല്ലാവരും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വരണം. സഭയിലുള്ള എല്ലാവരും ക്രിസ്തുവിന്റെ ജ്ഞാനത്തിലേക്ക് വരണം. ഞാനിത് വേഗത്തിൽ പറഞ്ഞപ്പോൾ നേരത്തെ കേട്ടുള്ള വചനവുമായിട്ട് ആയതുകൊണ്ട് നിങ്ങളോളം എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വന്തം അതേ ജ്ഞാനം ലഭിച്ചവർ മാത്രം ബുദ്ധി ഉപദേശിച്ചാൽ മതി. അല്ലെങ്കിലുള്ള കുഴപ്പം, നമ്മൾ ലോകത്തിന്റെ വിവേകവും ദൈവത്തിന്റെ ജ്ഞാനവുമായി മിക്സ് ചെയ്ത് പറയും. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവിന്റെ ഏകാഗ്രതയിൽ നിന്നും വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം ഇന്ന് ഉപദേശിക്കുന്ന പല ഉപദേശങ്ങളും ക്രിസ്തുവിങ്കലേക്ക് കൊണ്ടെത്തിക്കുന്നതല്ല. അന്ന് സഭയിൽ ഇത് കടന്നു വന്നപ്പോൾ പൗലോസ് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ പരസ്പരം ബുദ്ധി ഉപദേശിക്കണം, പക്ഷേ സകല ജ്ഞാനത്തോടും കൂടെ ക്രിസ്തുവിന്റെ വചനത്തിൽ ക്രിസ്തു നിങ്ങളിൽ വസിച്ച്, അല്ലെങ്കിൽ ക്രിസ്തു എങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഉപദേശിച്ചാട്ടെ. ആർക്കെങ്കിലും ഒരു ബുദ്ധി കിട്ടുമെന്ന് ഇങ്ങനെ ചെയ്താട്ടെ, അങ്ങനല്ല. അത് നമ്മുടെ ബുദ്ധിയാണോ എന്ന് നോക്കണം. ക്രിസ്തുവിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് മനുഷ്യ രീതി ചില സമയത്തൊക്കെ ഭോഷത്വമാകും. ഇവിടെ നമ്മളൊന്ന് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നല്ലൊരു ജോലി കിട്ടും, കുഴപ്പമില്ല, അത്രയൊന്നും കുഴപ്പമില്ല. അത് ലോകത്തിന്റെ ജ്ഞാനമാണ്. അയ്യോ എനിക്ക് ലക്ഷങ്ങൾ നഷ്ടമാകും. അപ്പൊ പൊട്ടത്തരമല്ലേ? നമ്മൾ ആ ഭാഷ ഉപയോഗിക്കുന്ന തെറ്റില്ലായിരിക്കുമല്ലോ. പൊട്ടത്തരമാണ്, ഭോഷത്വമല്ലേ നമ്മൾ ചെയ്യുന്നത്? കാരണം ലക്ഷങ്ങൾ നമ്മൾ ഈ കള്ളമായ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ യേശു അത് ചെയ്യത്തില്ല. ഇതാണ് പരിജ്ഞാനം, ഇതാണ് ജ്ഞാനം. ക്രിസ്തു എങ്ങനെ ഇടപെടും, ക്രിസ്തു എങ്ങനെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പൗലോസ് പറയുകയാണ്, ഇത് സഭയിലുള്ള എല്ലാവർക്കും ലഭിക്കണമായിരുന്നു. നമ്മൾ ഇന്നെന്താ ചെയ്യുന്നത്? പാഷ എന്റെ കൊച്ചിന് ഏത് വിവാഹമാണ് ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞാട്ടെ പാഷ. ഒരു ആലോചന, ഓക്കെ, ചില സമയത്തൊക്കെ നമ്മളെല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയിട്ട് ഞാനും പറയാറുണ്ട്. ഇത് ദൈവം തരികയാണെങ്കിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതിനു വേണ്ടി ഇങ്ങനെ പോയി നമ്മൾ ഇങ്ങനെ ജ്ഞാനമനുഷ്യ കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്, നമ്മൾ പരസ്പരം ആ ജ്ഞാനം പ്രാപിച്ചവരായി ആ ജ്ഞാനത്തിൽ നിന്നും സംസാരിക്കുന്നവരാകണം. നോർമൽ സംസാരിക്കുമ്പോൾ ആ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നവരാകണം. അത് ലോകത്തിന് ദൃഷ്ടിയിൽ പോഷത്വമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ലോകത്തിന്റെ ബുദ്ധി ഉപദേശിക്കുന്ന ഒരു ബുദ്ധി ഉപദേശമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ എന്താ പറയുക? ക്രിസ്തുവിന്റെ വചന ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കട്ടെ. സ്തോത്രം. അതെ, ക്രിസ്തുവിന്റെ ജ്ഞാനം വസിച്ചുകൊണ്ടുള്ള, ക്രിസ്തുവിന്റെ ജ്ഞാനം വസിച്ചുകൊണ്ടുള്ള ഒരു ഉപദേശത്തെ കുറിച്ചാണ് ഇവിടെ നമുക്ക് സംസാരിക്കുന്നത്. ഞാൻ വേഗത്തിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. തമ്മിൽ ഉപദേശിച്ചും ബുദ്ധി ഉപദേശം നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഇങ്ങനെ ഉപദേശങ്ങളിൽ പോകാത്തത് കൊണ്ടാണ് കൊലോസ്യ സഭ ഡൗൺ ആയി പോയത്. നമുക്കറിയാം, ഈ ലേഖനം പിന്നീട് ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ, ലവോദിക്യ സഭയും വായിക്കണമെന്ന് പൗലോസിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ലവോദിക്യ സഭയ്ക്ക് ഇതൊന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണല്ലോ കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത്. കർത്താവ് ലവോദിക്യ സഭയുടെ വെളിയിൽ പോയി, ഇപ്പൊ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അവർക്ക് ക്രിസ്തുവിന്റെ ജ്ഞാനമല്ല, അവർക്ക് ക്രിസ്തുവിന്റെ വചനമല്ല, അവർ ക്രിസ്തു തരുന്ന നന്മകളിലേക്കല്ല അവരുടെ നോട്ടം പോയത്. സ്വത്രം ക്രിസ്തുവിന്റെ ബുദ്ധി ഉപദേശങ്ങളിലേക്കല്ല സ്വത്രം അവർ പോയത്. അവർ കേവലം മാനുഷികമായ വാക്കുകളിലേക്കാണ് പോയത്. സ്വത്രം അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ സ്വത്രം ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ക്രിസ്തുവിന്റെ വചനങ്ങളിലേക്ക് പോകുവാൻ, ക്രിസ്തുവിന്റെ ആത്മാവിലെ നയിക്കപ്പെടുന്ന ഉപദേശങ്ങളിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാനിതിന്റെ കൺക്ലൂഷൻ പറഞ്ഞ് അടുത്ത 17ലേക്ക് പോകുന്നില്ല. കൺക്ലൂഷൻ പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കും. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ക്രിസ്തുവിന്റെ വചനം നമ്മളിൽ വാഴണം. ഇന്ന് രാത്രിയിൽ നമ്മൾ ഫോൺ വിളിച്ച് ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, എടി മോളെ അങ്ങനെ ഒന്നും ചെയ്യരുത്, അല്ലെ എടി മോനെ അങ്ങനെ ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന വാക്ക് ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്നാണോ? നമ്മൾ പ്രസംഗം കേൾക്കുമ്പോൾ കേൾക്കും, ഒരു കുഴപ്പമില്ല, പറ്റുവാണെങ്കിൽ ഓർത്തിരിക്കും. ചില ആളുകളെ അതുപോലെ ഓർത്തു വെച്ച് പറയാൻ ചിലർക്ക് കഴിവുണ്ട്. പക്ഷെ തീരുമാനം എടുക്കുമ്പോൾ മുഴുവൻ ലോകത്തിന്റെ ജ്ഞാനത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നഷ്ടം വരും. ഒന്നുകൂടെ പറയട്ടെ, ഇതിൽ പോയാൽ നഷ്ടം വരും. നഷ്ടം വന്നില്ലെങ്കിലാണ് കുഴപ്പം. നഷ്ടങ്ങളും ചിലപ്പോൾ കഷ്ടങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഈ വചനം നമ്മളിൽ വസിച്ചാൽ, ഈ ജ്ഞാനം നമ്മളിൽ വസിച്ചാൽ ചിലപ്പോൾ തുപ്പലേൽപ്പിക്കപ്പെടുകയും നമ്മൾ സഹായിച്ചവർ തന്നെ ക്രൂശിക്കാൻ പറയുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ വരേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കാത്തതുകൊണ്ട് കുറച്ച് ആ സമയത്തേക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ലോകത്തിന്റെ ജ്ഞാനം അങ്ങെടുക്കും. അപ്പൊ നമ്മൾ ഐശ്വര്യമായി ക്രിസ്തുവിന്റെ വചനം നമ്മളിൽ വസിക്കാൻ അനുവദിക്കുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ വസിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ എത്രയോ സമാധാനത്തോടെ ജീവിക്കാമായിരുന്നു. പക്ഷെ നമ്മുടെ കുഴപ്പമെന്ന് പറയുന്നത്, നമ്മുടെ ജ്ഞാനം കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യും, നമ്മൾ പരാജയപ്പെട്ടു പോകുമ്പോൾ വന്നിരുന്ന് കരയും ചെയ്യും. അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അന്ന് അങ്ങനെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ആ കുഞ്ഞിനെ പഠിപ്പിക്കണ്ടായിരുന്നു. ഇന്ന് പഠിപ്പിച്ച് നോക്കി ആ കുഞ്ഞ് കർത്താവിൽ നിന്ന് അകന്നുപോയി. അന്ന് ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. ഒന്നുകിൽ ആ കുഞ്ഞ് നിത്യതയിലെങ്കിലും കണ്ടേനെ. നമ്മൾ ഈ ലോകത്തിന്റെ ബുദ്ധിയിലും ലോകം പറഞ്ഞിരുന്ന ബുദ്ധിക്കനുസരിച്ച് ഓടുന്നതിന്റെ എല്ലാ അവസാനം ദുഃഖത്തിന്റെ കഥകളായിരിക്കും. ഒരുപക്ഷെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ മഹത്വമായിരിക്കാം, പക്ഷെ നിത്യതയുമായി നോക്കുമ്പോൾ അങ്ങനെ എടുത്ത എല്ലാ തീരുമാനങ്ങളും മണ്ടത്തരങ്ങളായിരുന്നു. ആത്മീക ബുദ്ധി നോക്കുമ്പോൾ അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? തമ്മിൽ ബുദ്ധി ഉപദേശിക്കണം. ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു, നിങ്ങൾ എന്നെ ഉപദേശിക്കണം. ചില സമയത്ത് നമ്മളും വീണുപോകാൻ സാധ്യതയുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ദൈവദാസന്മാരെക്കാൾ ആഴത്തിലുള്ള ദൈവവചനത്തിന്റെ ജ്ഞാനവും ക്രിസ്തുവിന്റെ വചനം വസിക്കുന്നതുമായ ദൈവമക്കളാണ് ഇതിൽ കൂടിയിരിക്കുന്ന ഒരു നല്ല ആളുകൾ, നല്ല ശതമാനം ആളുകൾ. ചില ആളുകൾ ചാറ്റ് ചെയ്ത് പറയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അവർ പറയുന്ന വചനത്തിന്റെ വാക്കുകൾ സ്തോത്രം ഇത്രയും ആഴത്തിൽ ചിന്തിച്ചു ദൈവത്തിന്റെ വചനം ഒരു പ്രസംഗിക്കാൻ ഒരു പക്ഷേ ഒരു അവസരമോ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മനോഹരമായ കാര്യങ്ങൾ പറയാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്നത്തെ പുൾപിറ്റുകളിൽ ലോകത്തിന്റെ ജ്ഞാനം മിക്സ് ചെയ്തതാണ് ലോകത്തിനിഷ്ടം. വെറും 120 പേർ യേശുവിന്റെ പുറകെ പോയുവാൻ, യേശുവിന്റെ ഉയരത്തിലേക്ക് പോയതിനു ശേഷം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ക്രിസ്തുവിന്റെ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നവരായി, ക്രിസ്തുവിന്റെ വചനം. ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ ഇന്നത്തെ തലമുറയോട് പറയുമ്പം അവർ കേൾക്കാൻ സാധ്യതയില്ല. നമ്മുടെ കൊച്ചിനോട് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കേൾക്കാൻ സാധ്യതയില്ല. പക്ഷെ അതേ പറയാവൂ. അനുസരിക്കുന്നോ അനുസരിക്കാതിരിക്കുന്നു എന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ ഇതാണ് ദൈവം നമ്മളിൽ വസിച്ചാൽ, ക്രിസ്തു നമ്മളിൽ ഐശ്വര്യമായി വസിച്ചാൽ ഈ ജ്ഞാനമാണ് വർക്ക് ചെയ്യുന്നത്. ഈ ബുദ്ധി ഉപദേശമാണ് നമ്മൾ ഇന്ന് വരുന്നത്. മക്കളെ, അവിടെയൊക്കെ പോയിട്ട് നല്ല ശമ്പളം ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത്. ഓക്കെ, ഇനി അമേരിക്കയിൽ നിന്ന് മാറി അല്ലെങ്കിൽ UK നിന്ന് മാറി നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് പോയാൽ അവിടെ കൂടുതൽ കിട്ടുമെന്നല്ല. മക്കളെ, ഓസ്ട്രേലിയയിലേക്ക് പോയാൽ ആത്മീയ അനുഭവമൊക്കെ നല്ലതായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ എവിടെ ആയിരിക്കുമ്പോഴാണ് ക്രിസ്തുവിനോട് അടുക്കുന്നത്, അതാണ് ദൈവത്തിന്റെ പദ്ധതി. അത് ശമ്പളം കൂടുന്ന സ്ഥലത്താണെങ്കിൽ ഓക്കെ, അതാണ് ദൈവഹിതം. അത് കുറഞ്ഞെടുത്താണ് അത്. ആത്മീകമായി വളരാൻ നിങ്ങൾക്ക് എവിടെ ആയിരിക്കുമ്പോഴാണ് പറ്റുന്നത്, അതാണ് ദൈവം നിങ്ങളെ വിട്ട സ്ഥലം. ആ ഒറ്റ സാഹചര്യം മാത്രം. ക്രിസ്തുവിനോട് അടുക്കാൻ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് പറ്റുന്നോ? നിങ്ങൾക്ക് കഷ്ടം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നന്മ ഉണ്ടായിരിക്കാം, ഇതൊക്കെ രണ്ട് സംഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ക്രിസ്തുവിനോട് ഇന്നലേക്കാൾ ഇന്ന് അടുത്തിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പിക്കാം, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ്.
അത് മാത്രമാണ് ദൈവിക ജ്ഞാനം. കാരണം ക്രിസ്തു നമ്മളിൽ ഐശ്വര്യമായി വസിക്കുന്നു. ക്രിസ്തുവിന്റെ ബുദ്ധി ഉപദേശങ്ങളിലും ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിലേക്കും നമ്മൾ വരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെ നമുക്ക് നാളെ മനസ്സിലാക്കാം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ വാക്കുകൾ ഇതിനിടയിൽ പറഞ്ഞ ഒത്തിരി വാക്കുകളും സ്പീഡിൽ പറഞ്ഞു പോകൊണ്ട് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചാട്ടെ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞാട്ടെ. ദൈവം ആ വചനങ്ങളെ കൂടി മനസ്സിലാക്കി നമുക്ക് പോകാൻ ദൈവം കൃപ തരട്ടെ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ വചനം നമ്മളെ കൺട്രോൾ ചെയ്യുന്നവരായി ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവവചനത്തിൽ നിന്നും നിർത്തുന്നു. ദൈവം നമ്മളെ